ഡെഫിനിഷൻ: ആന്റി നിയോപ്ലാസ്റ്റിക് ഡ്രഗ് യൂസ് ചെയ്ത് ക്യാൻസർ സെൽസിനെ കില്ല് ചെയ്യുകയോ അതിന്റെ ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്യുകയോ ചെയ്യുന്ന പ്രൊസീജിയറാണ് കീമോതെറാപ്പി. ഇത് നോർമലായിട്ടുള്ള ഫാസ്റ്റ് ഗ്രോയിങ് സെൽസിനെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് സ്കിന്നിൽ കളർ ചേഞ്ചസും ഹെയറിൽ അലോപേഷ്യയൊക്കെ ഉണ്ടാകുന്നത്. എക്സാമ്പിൾസ് ആണ് ആൽക്കലൈറ്റിംഗ് ഏജന്റ്സ്, മെതോട്രെക്സേറ്റ്, മിൻക്രിസ്റ്റിൻ ആൻഡ് സിസ്പ്ലാസ്റ്റിൻ. നാഡിർ എന്ന് പറഞ്ഞാൽ കീമോതെറാപ്പിക്ക് ശേഷമുള്ള 7 to 12 days ആണ്. ഈ ഡേയ്സിലായിരിക്കും ഏറ്റവും കുറവായിട്ട് ബ്ലഡ് സെൽസ് കൗണ്ട് ഉണ്ടാകുന്നത്. ആ ടൈം പീരീഡിന് പറയുന്ന പേരാണ് നാഡിർ. അതുപോലെ തന്നെ കോമ്പിനേഷൻ കീമോതെറാപ്പി ചെയ്യുമ്പോൾ സെയിം സൈഡ് ഇഫക്റ്റും സെയിം നാഡിർ പീരീഡും ഉള്ള ഡ്രഗ്സ് അവോയ്ഡ് ചെയ്യുക. അതുമൂലം പേഷ്യൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഈ നാഡിർ പീരീഡിൽ ബ്ലഡ് കൗണ്ട് കുറയുമ്പോൾ സെയിം നാഡിലുള്ള ഡ്രഗ്സ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ പേഷ്യൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം വളരെ വീക്കായിരിക്കും. അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സെയിം ആയിട്ടുള്ള നാഡിറും സൈഡ് ഇഫക്റ്റും ഉള്ള മെഡിസിൻസ് കോമ്പിനേഷൻ കീമോതെറാപ്പിയിൽ യൂസ് ചെയ്യാത്തത്. നോസിയ ആൻഡ് വോമിറ്റിംഗ്, സ്കിൻ ചേഞ്ചസ്, അലോപേഷ്യ, മൈലോസപ്രഷൻ. മൈലോസപ്രഷൻ എന്ന് പറഞ്ഞാൽ ബോൺമാരോ സപ്രഷൻ ആണ്. ബോൺമാരോ സപ്രഷൻ ഉണ്ടാകുമ്പോഴത്തേനും ബ്ലഡ് സെൽസ് കൗണ്ട് കുറയുന്നു. ന്യൂട്രോപ്പീനിയ എന്ന് പറഞ്ഞാൽ WBC കുറയുന്നു. അനീമിയ, ഡിക്രീസ് RBC. ത്രോംബോസൈറ്റോപീനിയ എന്ന് പറഞ്ഞാൽ ഡെഫിഷ്യൻസി ഓഫ് പ്ലേറ്റ്ലെറ്റ്സ് ആണ്. പിന്നെ ഹെപ്പാറ്റോടോക്സിറ്റി, ലിവറിനെ ഡാമേജ് ഉണ്ടാക്കുന്നു. നേഴ്സിംഗ് ഇന്റർവെൻഷൻസ്: കീമോതെറാപ്പിക്ക് മുമ്പ് ആന്റിഹിസ്റ്റാമിൻസും ആന്റി എമിറ്റിക്സും എടുക്കുക. അലർജിക് റിയാക്ഷനും വോമിറ്റിങ്ങും പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ IV ഫ്ലൂയിഡ്സ് തെറാപ്പിക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്യുക. WBCയും ക്രിയാറ്റിനും ഓരോ സൈക്കിളിന് മുമ്പ് ചെക്ക് ചെയ്യുക. WBC 2500 കുറവാണെങ്കിൽ കീമോതെറാപ്പി വിത്ത്ഹോൾഡ് ചെയ്യുക. അതുപോലെ മെയിൻറ്റെയിൻ 21 days ഗ്യാപ്പ്. ഓരോ സൈക്കിളിനും ഇടയ്ക്ക് 21 days ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ബ്ലീഡിംഗ് ആൻഡ് ന്യൂട്രോപ്പീനിയ പ്രിക്കോഷൻസ് എടുക്കുക. ബ്ലീഡിംഗ് പ്രിക്കോഷൻസ് അവോയ്ഡ്, കോണ്ടാക്ട് സ്പോട്ട് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇലക്ട്രിക് റേസർ യൂസ് ചെയ്യുക. ന്യൂട്രോപ്പീനിയ പ്രിക്കോഷൻസ് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള പ്രിക്കോഷൻസ് എടുക്കുക. യൂസ് ഫ്രഷ് IV ലൈൻ ആൻഡ് ഫ്രഷ് ആഫ്റ്റർ മെഡിസിൻ. മോണിറ്റർ ഫോർ ഇൻഫിൽട്രേഷൻ. ഇൻഫിൽട്രേഷൻ എന്ന് വെച്ചാൽ ടിഷ്യൂസിലേക്കൊന്നും കീമോതെറാപ്പി ഡ്രഗ് എത്താതെ നോക്കുക. പ്രൊവൈഡ് വിഗ് ഫോർ അലോപേഷ്യ. അലോപേഷ്യ ഉള്ള പേഷ്യൻസിന് വിഗ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ അവരോട് പറയുക ഹെയർ 3 മാസം കഴിയുമ്പോഴത്തേനും ഗ്രോ ബാക്ക് ഉണ്ടാവും. അതുകൊണ്ട് ടെമ്പററി ആയിട്ട് അവർക്ക് അലോപേഷ്യ ഉണ്ടാവുമെന്ന് ഇൻഫോം ചെയ്യുക.